കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈക്രോസ്കോപ്പ്, അതിൻ്റെ ഫങ്ഷൻ എന്താണ്, എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം കണ്ടു. പ്രധാനപ്പെട്ട രണ്ട് പ്രോപ്പർട്ടീസ് മൈക്രോസ്കോപ്പ് കൊണ്ട് നമുക്ക് കിട്ടുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് മാഗ്നിഫിക്കേഷൻ എന്നുള്ളതാണ്, മറ്റൊന്നുള്ളത് റെസല്യൂഷൻ എന്നുള്ളതാണ്. രണ്ടിൻ്റെ മീനിങ് നമ്മൾ പറഞ്ഞു. എന്താണ് മാഗ്നിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ എത്ര മടങ്ങ് വലുതാക്കി കാണിക്കുന്നു എന്നുള്ളതാണ്. എത്ര മടങ്ങ് അതിൻ്റെ സൈസിനെ മാഗ്നിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര വലുതാക്കുന്നു എന്നുള്ളതാണ് മാഗ്നിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സാധാരണ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമുക്ക് 400 മടങ്ങ് മുതൽ 1000 മടങ്ങ് വരെ 10x ഒബ്ജക്റ്റീവും 10x ഐ പീസും 40x ഒബ്ജക്റ്റീവും വെച്ച് 400 മടങ്ങും, 10x ഐ പീസും 100 ഒബ്ജക്റ്റീവും വെച്ച് 1000 മടങ്ങും, അങ്ങനെ 400 മുതൽ 1000 മടങ്ങ് വരെയാണ് വലുതാക്കി നമ്മൾ കാണാറുള്ളത്. അതാണ് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. മാഗ്നിഫിക്കേഷൻ റേഷ്യോ നമ്മൾ എഴുതാറുണ്ട്, ഇത്ര എക്സ് എന്ന് പറഞ്ഞ് എഴുതാറുണ്ട്. 400x, 500x, 1000x എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര മടങ്ങായിട്ട് നമ്മൾ വലുതായിട്ട് കാണുന്നു എന്നാണ്. മറ്റൊന്നുള്ളത് റെസല്യൂഷൻ പവറാണ്. റെസല്യൂഷൻ പവർ എന്ന് വെച്ചാൽ ഏറ്റവും ക്ലോസ് ആയിരിക്കുന്ന വസ്തുക്കളെ എത്രത്തോളം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ, എത്രത്തോളം രണ്ടായിട്ട് കാണിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് റെസല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസോൾവിംഗ് പവർ ഓഫ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ രണ്ട് പ്രധാനപ്പെട്ട ടൈപ്പ് മൈക്രോസ്കോപ്പുകളുണ്ട്. ഒന്ന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും ലൈറ്റ് മൈക്രോസ്കോപ്പും നമ്മൾ പറഞ്ഞു. ലൈറ്റ് മൈക്രോസ്കോപ്പിൽ ലൈറ്റാണ് നമ്മളെ കാണാൻ സഹായിക്കുന്നെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോൺസ് ആണ് ഫോക്കസ് ചെയ്യപ്പെടുന്നതും ഓക്കെ കാഴ്ചയെ സഹായിക്കും. വീണ്ടും ലൈറ്റ് മൈക്രോസ്കോപ്പിൽ തന്നെ നമ്മൾ ലൈറ്റ് മൈക്രോസ്കോപ്പായാലും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പായാലും അവിടെ സ്കാനിങ് മൈക്രോസ്കോപ്പിയും ട്രാൻസ്മിഷൻ മൈക്രോസ്കോപ്പിയും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് അത് ആ ഒബ്ജക്റ്റിലൂടെ കടന്നു പോവുകയും നമ്മുടെ കാഴ്ചയിലേക്ക് എത്തുകയും ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ട്രാൻസ്മിഷൻ മൈക്രോസ്കോപ്പി എന്ന് പറയും. സർഫസിൽ ചെന്ന് ഒബ്ജക്റ്റിൻ്റെ സർഫസിൽ ചെന്ന് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന പ്രതിഫലിക്കുന്ന റേസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇലക്ട്രോൺസ് ആയാലും ലൈറ്റ് ആയാലും അവയാണ് നമ്മൾ കളക്ട് ചെയ്തിട്ട് അവയിൽ നിന്ന് ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ സ്കാനിങ് മൈക്രോസ്കോപ്പി എന്ന് പറയും. സ്കാനിങ് മൈക്രോസ്കോപ്പിയും നമ്മൾ ലൈറ്റ് ഉപയോഗിച്ചും ചെയ്യാറുണ്ട്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലും ചെയ്യാറുണ്ട്. ലൈറ്റ് ഉപയോഗിച്ചാണെങ്കിൽ സ്റ്റീരിയോ സൂമിംഗ് മൈക്രോസ്കോപ്പ് ഞാൻ പറഞ്ഞു, നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളതാണ്. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്ന് പറയുന്നതും കോമൺ ആയ ഒരു ഉപകരണമാണ്. ഇതിലെല്ലാം തന്നെ ലൈറ്റ് മൈക്രോസ്കോപ്പിയിൽ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഈ ലൈറ്റിൻ്റെ പ്രത്യേക വേവ് ലെങ്ത്, റിഫ്ലക്ട് ചെയ്യപ്പെടുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്തിനനുസരിച്ചാണ് നമ്മൾ തന്നെ വിഷ്വലൈസ് ചെയ്യുന്നതെങ്കിൽ, റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഫേസ് അനുസരിച്ചാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നതെങ്കിൽ നമ്മൾ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി എന്ന് പറയും. ഇതെല്ലാം തന്നെ ലൈറ്റ് മൈക്രോസ്കോപ്പിയുടെ വിവിധ തരങ്ങളാണ് എന്നും ഇൻവേർട്ടഡ് മൈക്രോസ്കോപ്പി, ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പി തുടങ്ങിയ നിരവധി മൈക്രോസ്കോപ്പി ടെക്നിക്കുകളുണ്ട് എന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ വളരെ സ്ലോ ആയിട്ട് നമ്മൾ പോകുന്നുള്ളൂ. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാനുള്ളത്, പുതുതായിട്ട് വന്ന സ്റ്റുഡൻസ് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. അവർ ചിലർ ചോദിച്ചിട്ടുണ്ട് നേരത്തെ കഴിഞ്ഞു പോയ ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്യുമോ എന്നൊക്കെ. തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്യും. നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ബുധനാഴ്ച ആരംഭിക്കുകയാണ്. ലൈവ് ക്ലാസ് ആരംഭിക്കുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ട പഠിച്ച കാര്യങ്ങൾ, തിയറി പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യും. ഉദാഹരണത്തിന് ആന്തറിൻ്റെ ക്രോസ് സെക്ഷൻ, മെച്യൂർ ആന്തറിൻ്റെ സെക്ഷൻ, ഓവ്യൂൾസിൻ്റെ ഷേപ്പ്, ഓവ്യൂൾസിൻ്റെ പൊസിഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓവ്യൂൾസ് തുടങ്ങിയവയെല്ലാം നമ്മൾ ലാബിൽ മൈക്രോസ്കോപ്പിലൂടെ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാനതെല്ലാം തന്നെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട് വന്നവർക്കും വീണ്ടും അത് മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് അത് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. അതിന് ശേഷവും, അതായത് നമ്മളങ്ങനെ ഒരു തവണ കൂടി ക്ലാസ്സിൽ എക്സ്പ്ലെയിന് ശേഷവും ബുദ്ധിമുട്ടുള്ളവർ വീണ്ടും പറഞ്ഞാൽ മതി, നമുക്ക് വീണ്ടും അത് പഠിക്കാം. അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതിപ്പോൾ പുതിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ നേരത്തെ ഉള്ളത് കിട്ടിയില്ല എന്ന രീതിയിൽ മനസ്സിലാവില്ല എന്ന് കരുതരുത്. ഇതൊരു പുതിയ ടോപ്പിക്കാണ്. ശരിക്കും ഇവിടെയാണ് തുടങ്ങേണ്ടത്. ഇവിടെ നമ്മൾ തുടങ്ങുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മൈക്രോസ്കോപ്പിൻ്റെ വിവിധ തരങ്ങൾ അല്ലെങ്കിൽ ബേസിക്സ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഒരു സ്പെസിമെൻ നമ്മൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ ആ സ്പെസിമെൻ നമ്മൾ പ്രിസർവ് ചെയ്ത് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ, ബയോളജിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ വിധേയമാക്കുകയാണെങ്കിൽ, ആ സ്പെസിമെൻ കളക്ഷൻ, അതിൻ്റെ പ്രോസസ്സിങ്, അതിൻ്റെ മൈക്രോസ്കോപ്പി വരെ എത്തുന്ന കാര്യങ്ങൾ
എങ്ങനെയാണ് ഒരു സാമ്പിൾ പ്രിപ്പയർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ഉപയോഗിക്കുന്ന ബ്രാഞ്ച് നമ്മൾ പറയുന്നത് മൈക്രോ ടെക്നിക്ക് എന്നാണ്. അതായത് മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷന് വേണ്ടിയിട്ട് ഒരു സാമ്പിളിനെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ പ്രിപ്പയർ ചെയ്തെടുത്ത് അത് പെർമനൻ്റ് ആക്കി സൂക്ഷിക്കുന്നത് വരെയുള്ള സ്റ്റെപ്പുകളെ നമ്മൾ പറയുന്നത് മൈക്രോ ടെക്നിക്ക് എന്നാണ്. അപ്പോൾ മൈക്രോ ടെക്നിക്കിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പുതിയ തുടക്കം തന്നെയാണ്. ഇന്നലത്തെ ക്ലാസ്സിൽ പങ്കെടുത്തില്ലെങ്കിൽ പോലും ഇത് മനസ്സിലാവും. അതുകൊണ്ട് അതോർത്ത് വിഷമിക്കേണ്ട. നമ്മൾ ഒരു പുതിയ മെറ്റീരിയൽ, അതായത് ഒരു പോളൻ ഗ്രെയിൻസ് ആവാം, നമ്മൾ പറഞ്ഞതുപോലെ ആന്തർ ആവാം, ഒരു സ്റ്റെമ്മിൻ്റെ സെക്ഷൻ ആവാം, എന്ത് മെറ്റീരിയൽ ആവാം, പൂവാവാം, കായാവാം, എന്ത് മെറ്റീരിയലും ആയിക്കോട്ടെ, നമ്മുടെ കയ്യിൽ കിട്ടുന്നു. നമുക്കത് മൈക്രോസ്കോപ്പിൽ വെച്ച് അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറേയേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ സ്റ്റെപ്പുകൾ എന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതിൽ കാണിച്ചിട്ടുള്ളത് ഈ സ്ലൈഡ് കാണാമോ എല്ലാവർക്കും? ഞാൻ ആരുടെ പേര് വിളിക്കുന്നില്ല, കാര്യം ആരൊക്കെ ഉണ്ടില്ലെന്ന് അറിയുന്നില്ല. ആരെങ്കിലും ഒരു മറുപടി പറയുക, നമുക്ക് കണ്ടിന്യൂ മുമ്പോട്ട് പോകാം. ഞാൻ പറയുന്നത് കേൾക്കുകയും ചെയ്യാമല്ലോ? യെസ്. അപ്പോൾ സ്റ്റെപ്സ് ആണ്. എന്തൊക്കെയാണ് ഇതിലുള്ള സ്റ്റെപ്സ് എന്നുള്ളതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്ന് സാമ്പിൾ കളക്ഷൻ, എങ്ങനെയാണ് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ വിശദമായിട്ട് കാണാം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് കില്ലിംഗ് ആൻഡ് ഫിക്സേഷൻ. യെസ്, കേൾക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും, പക്ഷേ നമുക്ക് എന്താണ് വിശദമായിട്ട് കാണാം. മൂന്നാമത്തെ ഡീഹൈഡ്രേഷൻ, നാലാമത്തത് ക്ലിയറിംഗ്, അഞ്ചാമത്തെ പാരഫിൻ എംബഡി. മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പുകളിൽ ഒന്നാണ് സെക്ഷനിങ് എന്ന് പറയുന്നത്. ആ സെക്ഷനിങ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് മൈക്രോട്ടോം ഉപയോഗിച്ചാണ്. മൈക്രോട്ടോം ഉപയോഗിച്ച് സെക്ഷൻ നടത്തിയെടുക്കണമെങ്കിൽ നമുക്കിവിടെ പാരഫിൻ എംബഡി ചെയ്യണം. എന്താണ് പാരഫിൻ എംബഡി എന്ന് നോക്കാം. പിന്നെ സ്റ്റെയിനിങ്, ഒബ്സർവേഷൻ. ഇതാണ് മൈക്രോ ടെക്നിക്കിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ. അതായത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഒരു ഒബ്ജക്റ്റ് നോക്കുമ്പോൾ നമുക്ക് കവർ ചെയ്യാനുള്ള, നമുക്ക് പിന്തുടരാനുള്ള പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ് ഇതെല്ലാം. ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് കാണാം. സാമ്പിൾ കളക്ഷൻ നമ്മൾ പ്രത്യേകിച്ച് പറയുന്നില്ല. സാമ്പിൾ എന്ന് പറയുന്നത് എന്ത് മെറ്റീരിയൽ ആയാലും, ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കാൻ വേണ്ടി നമ്മൾ കളക്ട് ചെയ്യുന്ന എന്ത് മെറ്റീരിയൽ ആയാലും നമ്മൾ കളക്ട് ചെയ്തെടുക്കുന്നു. കളക്ട് ചെയ്താൽ ഉടനെ തന്നെ ആദ്യം ചെയ്യുക എന്താണ്? കില്ലിംഗ് ആൻഡ് ഫിക്സേഷൻ എന്നാണ്. എന്താണ് കില്ലിംഗ്? ആരെങ്കിലും പറയാം, പെട്ടെന്ന് പെട്ടെന്ന് മുമ്പോട്ട് പോകാം. വാട്ട് ഈസ് മീൻ ബൈ കില്ലിംഗ്? ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ദ സഡൻ സ്റ്റോപ്പേജ് ഓഫ് ലൈഫ് പ്രോസസ്സസ് എന്നുള്ളതാണ് കില്ലിങ്ങിന്റെ അർത്ഥം. അപ്പോൾ കില്ല് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഏതൊരു ജീവനുള്ള വസ്തുവിൻ്റെയും അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുമ്പോൾ അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. ആ ശരീരത്തിൽ, ആ ബോഡിയിൽ അല്ലെങ്കിൽ ആ ലിവിങ് മെറ്റീരിയലിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. പക്ഷെ നമ്മൾ പറഞ്ഞു, നമ്മുടെ അടിസ്ഥാനപരമായി നമ്മുടെ ശ്രമം എന്ന് പറയുന്നത് ലിവിങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ അതേപടി ഒബ്സർവ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. പക്ഷെ മൈക്രോസ്കോപ്പിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം വേണ്ടത് സെക്ഷനിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടി തന്നെ ഫസ്റ്റ് കില്ലിംഗ് നടത്തേണ്ടി വരും. അപ്പോൾ കില്ലിങ്ങിൽ എന്ത് ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചാൽ നമുക്ക് നിർബന്ധമായിട്ട് സംശയം പറയാം, അതിൻ്റെ സ്ട്രക്ചറിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടാകാത്ത വിധത്തിൽ കില്ല് ചെയ്യണം, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് അതിന് തൊട്ട് തുടർന്ന് വരുന്ന ഫിക്സേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രിസർവേഷൻ ഓഫ് എ ലൈഫ് ലൈക്ക് സ്റ്റേറ്റ്. അതായത് കില്ലിംഗ് കഴിഞ്ഞാലും ജീവൻ നഷ്ടപ്പെട്ടാലും ആ ലൈഫ് ലൈക്ക് സ്റ്റേറ്റ് മാറാതെ നിലനിർത്തുക. ഇത് രണ്ടുമാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതായത് നമുക്ക് കിട്ടുന്ന ഒരു ചെടിയുടെ തണ്ടാണെന്ന് ഇരിക്കട്ടെ, അതിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ അതിനകത്ത് കറ ഊറി വരും, ഡീഹൈഡ്രേഷൻ നടക്കും, ഉണങ്ങിത്തുടങ്ങും, ലൈസോസോംസ് വർക്ക് ചെയ്യും, സെൽ ഓർഗനൈസ് ബ്രേക്ക് ഡൗൺ ചെയ്യും, പ്രോട്ടീൻസ് ബ്രേക്ക് ഡൗൺ ചെയ്യും, ഡീജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡീഫോം ചെയ്യും. അപ്പോൾ അത് ഡീജനറേറ്റ് ചെയ്യും, സെല്ലിൻ്റെ ആ സ്ട്രക്ചറിന് മാറ്റം വരും, എയർ ബബിൾസ് കയറും, സെൽ വാളിൽ പ്രോട്ടോപ്ലാസം ഡിസോസിയേറ്റ് ചെയ്യും, അവിടെയൊക്കെ എയർ ബബിൾസ് നിറയും, സെല്ലിൻ്റെ സ്ട്രക്ചർ വ്യക്തമാകാതെ വരും. ഇതൊക്കെയാണ് മരണത്തോടുകൂടി സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്നും ഉണ്ടാവാതെ എങ്ങനെ കൊല്ലാം, എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ കില്ലിംഗ് ആൻഡ് ഫിക്സേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. എങ്കിൽ പോലും നമുക്ക് കില്ലിങ്ങിന് ശേഷം ലൈഫ് ആക്ടിവിറ്റീസ്, അനാട്ടമി പ്രശ്നമാണ്, നമ്മളിപ്പോൾ അനാട്ടമിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനാട്ടമി പ്രശ്നമില്ല, പക്ഷേ സൈറ്റോളജിക്കലി, മോളിക്കുലർ ബയോളജി ഒക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. DNA-യുടെ സ്ട്രക്ചർ, പ്രോട്ടീൻ്റെ സ്ട്രക്ചറൊക്കെ വരുന്ന സമയത്ത് കില്ലിങ്ങോടുകൂടി അതിൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടുകയാണ്. കൊളോയിഡൽ സ്റ്റേറ്റിൽ സോലബിൾ പ്രോട്ടീൻസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന പോലെ അല്ല ഡെത്തിന് ശേഷം അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടാവും. അപ്പോൾ എത്രത്തോളം മിനിമൈസ് ചെയ്യാമോ ഈ ഡിഫറൻസ്,
എത്രത്തോളം ഈ ഡീഫോർമാലിറ്റീസ് മിനിമൈസ് ചെയ്യാമോ അതിനു വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ട് കില്ല് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഫിക്സേറ്റീവ്സ് എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ ഫിക്സേറ്റീവ്സും തന്നെ കില്ലിംഗ് ഏജൻസും കൂടെയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കില്ലിംഗ് ആൻഡ് ഫിക്സിംഗ് എന്നുള്ളതാണ്. ഡീഫോർമാലിറ്റീസ് ഒന്നും കൂടാതെ പ്രകൃതിയിൽ നിന്ന് വേർപെടുത്തി കഴിഞ്ഞാൽ, ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും വേഗം നമ്മൾ ആ കില്ലിംഗ് ആൻഡ് ഫിക്സിംഗ് ഏജന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സാമ്പിൾ കളക്ഷൻ എന്ന് പറയുന്നത് വലിയ പ്രോസസ്സായിട്ട് ഇവിടെ നമ്മൾ പറയാറുള്ളത്. ടാക്സോണമിയിലൊക്കെ ആണെങ്കിൽ കളക്ഷൻ ഒരു വലിയ പ്രോസസ്സാണ്. കാരണം പെട്ടെന്ന് നമ്മൾ ഫിക്സ് ചെയ്തില്ല, ലൈവായിട്ട് തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പറയാൻ ശ്രമിക്കും. അതിനുശേഷം മാത്രമേ ഫിക്സേഷനിലേക്ക് പോകുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ചാലേ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ലൈവായിട്ടുള്ള ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അസാധ്യവുമാണ്. ഫസ്റ്റ് ചെയ്യേണ്ടത് തന്നെ കില്ല് ചെയ്യുക, ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കില്ലിംഗ് ഫിക്സിംഗ് ഏജൻസുമായിട്ട് ഇതിനെ മിക്സ് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. എന്തിനു വേണ്ടിയാണ് ഈ കില്ലിംഗ് ഫിക്സിംഗ് നടത്തുന്നത്? 4 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, പ്രിസർവേഷൻ നാച്ചുറൽ ഫോം. പിന്നെ ഈ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ്, മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ്, മെറ്റീരിയലിൻ്റെ ഒബ്സർവേഷന് സഹായിക്കുന്ന പ്രോപ്പർട്ടീസ് തുടങ്ങിയവയിലൊന്നും മാറ്റം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെന്നുള്ളത് സ്റ്റെയിനിങ് ടെക്നിക്ക്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന എല്ലാം നമുക്ക് ഒബ്സർവേഷന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കോൺട്രാസ്റ്റാണ് അല്ലേ. കോൺട്രാസ്റ്റ് വെച്ചാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. കോൺട്രാസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കോൺട്രാസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ്, ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഫിക്സിങ് ഏജൻസ് എന്ന് നോക്കുക. ഈ നമ്മൾ പറഞ്ഞ പർപ്പസുകൾ പലതും ഉണ്ടെങ്കിലും നമുക്കുള്ള ഫിക്സേറ്റീവ്സ് പലതിനും പലതരത്തിലാണ് ഉപയോഗം. ചിലത് നന്നായിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്യും, പക്ഷേ അതിൻ്റെ കോൺട്രാസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തില്ല. മറ്റു ചിലതാണെങ്കിൽ ഇതിൻ്റെ സ്റ്റെയിനിങ് പ്രോപ്പർട്ടി നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കും ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ പല കില്ലിംഗ് ആൻഡ് ഫിക്സിങ് ഏജൻസിനും പല പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് അനുസരിച്ച് നമ്മൾ ഫിക്സേറ്റീവ്സ് സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ കാണാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഫിക്സേറ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം ഓർക്കേണ്ടത്, ഒരു റീഏജന്റ് പെർഫെക്റ്റ് ആയ ഫിക്സേറ്റീവ് എന്ന് പറയുന്ന ഒന്നില്ല. പലതിനും പല പ്രോപ്പർട്ടിയാണ്. നമ്മൾ എടുക്കുന്ന സാമ്പിളിനനുസരിച്ച് നമ്മുടെ ഫിക്സേറ്റീവ് മാറും. സാധാരണഗതിയിൽ ഓരോന്നിനും ഓരോ പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ സ്യൂട്ടബിൾ കോമ്പിനേഷനാണ് തയ്യാറാക്കാറുള്ളത്. ഒരു നല്ല കോമ്പിനേഷനിൽ പല ഫിക്സേറ്റീവ് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാ ഫിക്സേറ്റീവ്സും പല റീഏജൻസിൻ്റെ കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യമേ ഉള്ളൂ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫിക്സേറ്റീവ് എന്ന് പറയാൻ ഒന്നുമില്ല. നമ്മുടെ സാമ്പിളിൻ്റെ സ്വഭാവം, നമ്മുടെ ഇൻ്റർപ്രിട്ടേഷനാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടീസ്, നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ട മെറ്റീരിയൽ എങ്ങനെയാണ്, എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്നുള്ളതിനൊക്കെ അനുസരിച്ച് നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള മാക്സിമം റിസൾട്ട് കിട്ടുന്ന ഒരു ബാലൻസ്ഡ് കോമ്പിനേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രോപ്പർട്ടീസ് എല്ലാം ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോന്ന് കാണാം, കണ്ടിട്ട് ഇതിൻ്റെ കോംപ്ലക്സസ് അല്ലെങ്കിൽ കോമ്പിനേഷൻസ് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ഒന്നാമത് നമ്മൾ വരുന്നത് ആൽക്കഹോളാണ്. ഈഥൈൽ ആൽക്കഹോൾ അഥവാ എഥനോൾ എന്ന് പറയുന്ന കെമിക്കൽ. എഥനോൾ എന്ന് പറയുന്നത് നല്ല ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കി കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി അത് വാട്ടർ സോലിബിൾ ആണെന്നുള്ളതാണ്. കാര്യം നമ്മൾ ഒരു സീരീസ് പറഞ്ഞു കഴിഞ്ഞാൽ പൊളാരിറ്റി ഏറ്റവും കൂടുതൽ വരുന്ന വാട്ടർ ആണെങ്കിൽ തൊട്ട് താഴെ വരുന്നതാണ് ആൽക്കഹോൾ. അതുകൊണ്ട് തന്നെ രണ്ടും മിസിബിളാണ്, പെട്ടെന്ന് ഡിസോൾവ് ചെയ്യും വാട്ടർ. അതുകൊണ്ട് തന്നെ ഈ ആൽക്കഹോളിന് കാര്യം ലൈഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എല്ലാം തന്നെ വാട്ടർ ബേസ്ഡ് ആണല്ലോ. എല്ലാ ലിവിങ് മെറ്റീരിയലിനകത്തും വാട്ടർ ഉണ്ട്. അപ്പോൾ ആ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യാനും പെട്ടെന്ന് റിയാക്ട് ചെയ്യാനും ഈ ആൽക്കഹോളിന് സാധിക്കുമെന്നുള്ളത് അതിനാളാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി, അതിൻ്റെ വാട്ടർ സോലിബിലിറ്റിയാണ്. രണ്ടാമത് റെഡ്യൂസിങ് ഏജന്റാണ്. ഇതിന് റെഡ്യൂസിങ് പവർ ഉണ്ട്. അതുകൊണ്ട് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. റാപ്പിഡ് പെനട്രബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കഹോൾ വാട്ടർ പോലെ തന്നെയാണ്, വളരെ പെട്ടെന്ന് പ്ലാസ്മ മെംബ്രെയിനിലൂടെ അകത്തേക്കും പുറത്തേക്കും കടക്കും. സെമി പെർമിയബിൾ അല്ലെങ്കിൽ സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറയുന്ന മെംബ്രെയിൻസിലൂടെ ആൽക്കഹോളിന് കടക്കാൻ പറ്റും. അപ്പോൾ പെർമിയബിലിറ്റി അല്ലെങ്കിൽ പെനട്രബിലിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ് ആൽക്കഹോൾ. മറ്റൊന്നുള്ളത് ഡീഹൈഡ്രേഷനാണ്. ഇതിനകത്ത് ഈ മെറ്റീരിയൽസിനെ ഷ്രിങ്ക് ചെയ്യുമ്പോൾ മെറ്റീരിയൽസ് ചെറുതാവും അല്ലെങ്കിൽ മെറ്റീരിയൽസ് ചുരുങ്ങും. ഷ്രിങ്കിങ് പ്രോപ്പർട്ടി ഉണ്ട് ആൽക്കഹോൾ.
എന്തുകൊണ്ടാണ് അങ്ങനെ ഷ്രിങ്കിങ് വരുന്നത് എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. ഹാർഡനിങ് എഫക്റ്റ് ഉണ്ട്. ഹാർഡനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് മെറ്റീരിയൽ ഹാർഡാകും, ബ്രിട്ടിലാകും. സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് നമ്മൾ ആൽക്കഹോൾ ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് ഹാർഡായി ബ്രിട്ടിലായി മാറും. അതൊരു ദോഷമാണ് നമ്മളെ സംബന്ധിക്കുന്നത്. ശരിക്കും ഇതൊരു പ്രോപ്പർട്ടി ആയിട്ടാണ് പറയുമെങ്കിലും ഇതൊരു ദോഷമാണ്. ശരിക്കും പല മെറ്റീരിയൽസും നമുക്ക് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയോടുകൂടി കിട്ടണം. സെക്ഷനൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അപ്പോൾ ഒരു ദോഷമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതേസമയത്ത് പെട്ടെന്ന് ചീത്തയായി പോവില്ല, പെട്ടെന്ന് സ്പ്രെഡായി പോവില്ല എന്നൊരു ഗുണം കൂടെ ഉണ്ട്. പക്ഷെ വേറൊരു കുഴപ്പമുള്ളത് ഇത് സ്റ്റെയിനിങ്. പല സ്റ്റെയിൻസും ഈ പ്രോപ്പർട്ടിക്ക് എതിരാണ്. അതായത് ആൽക്കഹോൾ സ്റ്റെയിനിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യും അല്ലെങ്കിൽ തടസ്സപ്പെടുത്തും. അഥവാ ആൽക്കഹോൾ ഉള്ള മെറ്റീരിയലിൽ സ്റ്റെയിൻ നന്നായിട്ട് പിടിക്കില്ല. അപ്പോൾ അതൊരു ദോഷമാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആൽക്കഹോളിൻ്റെ പ്രോപ്പർട്ടീസ്. പിന്നെ വരുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാവുന്ന ഫോർമലിനാണ്. ഫോർമലിൻ നമുക്കറിയാവുന്ന സാധനമാണ്, ഫോർമാൽഡിഹൈഡാണ്. ഫോർമാൽഡിഹൈഡിൻ്റെ അക്വസ് സൊല്യൂഷനാണ് ഫോർമാലിൻ എന്ന് പറയുന്നത്. സാധാരണ അതിൽ 65 to 70% ഫോർമാൽഡിഹൈഡാണ് നമ്മൾ ഫോർമാലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്, വാട്ടർ മിസിബിൾ ആണ്, വളരെ പെട്ടെന്ന് വാട്ടറിൽ മിക്സ് ആവുന്നതാണ്. പക്ഷേ പെനട്രബിലിറ്റി വളരെ കുറവാണ്. ആൽക്കഹോൾ പോലെ പെട്ടെന്ന് പെനട്രേറ്റ് ചെയ്യത്തില്ല, ടിഷ്യൂസിലേക്ക് അകത്തേക്ക് കയറില്ല. ഇതും ഷ്രിങ്കേജ് ഉണ്ടാക്കും, പെട്ടെന്ന് ഹാർഡനാകും. ആൽക്കഹോളിനേക്കാൾ ഹാർഡനിങ് എഫക്റ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഫോർമലിനും സ്റ്റെയിനിങ് വളരെയേറെ തടസ്സം ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയലാണ്. പിന്നെന്നുള്ളത് അസറ്റിക് ആസിഡാണ്. അസറ്റിക് ആസിഡ് നമുക്കറിയാം വിനാഗിരിയാണ്. അതിൻ്റെ പ്യുവർ ഫോം അല്ലെങ്കിൽ സിന്തറ്റിക് ഫോമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അല്ലാത്ത ആൾക്കാരും അസറ്റിക് ആസിഡ് ഉപയോഗിക്കാം. നാച്ചുറൽ അസറ്റിക് ആസിഡ് ഉപയോഗിക്കേണ്ട കുഴപ്പമൊന്നുമില്ല. അസറ്റിക് ആസിഡ് നമുക്കറിയാം ഏറ്റവും കോമൺ ആയ ഒരു കെമിക്കലാണ്, വാട്ടർ മിസിബിൾ ആണ്, പെനട്രേഷൻ നന്നായിട്ടുണ്ട്. അസറ്റിക് ആസിഡിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഷോർട്ട് ചെയിൻ ആസിഡ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ, ആൽക്കഹോളിൽ നിന്നും ഫോർമലിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊരു ഷോർട്ട് ചെയിൻ ആസിഡ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഹാർഡനിങ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇല്ല എന്നതിന് പറയാം. ടിഷ്യൂസ് അസറ്റിക് ആസിഡ് ഇട്ടാൽ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അല്ലേ. നമ്മൾ അച്ചാറുകളിലൊക്കെ ഉപയോഗിക്കുന്നത് പോലും അതുകൊണ്ടാണ്. നമ്മൾ ഒരു ലിമിറ്റഡ് എമൗണ്ട് വരെ എഡിബിളാണ്. അപ്പോൾ അത്ര ഹാർഡനിങ് എഫക്റ്റ് ഒന്നുമില്ല. ടിഷ്യൂസിനെ സോഫ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊക്കെ നേരത്തെ പറഞ്ഞ ഹാർഡൻ ചെയ്യുകയാണെങ്കിൽ ഇത് ടിഷ്യൂസിനെ സോഫ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊന്നുള്ളത് പ്രധാനപ്പെട്ട നാലാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ എന്ന് പറയാവുന്ന ഫിക്സേറ്റീവ് ക്രോമിക് ആസിഡാണ്. അതും ക്രോമിക് ആസിഡും വാട്ടർ മിസിബിൾ ആണ്. ഇതെല്ലാം തന്നെ വാട്ടർ മിസിബിൾ ആണ്. വാട്ടർ മിസിബിൾ ആണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം ടിഷ്യൂസ് വാട്ടർ ബേസ്ഡ് ആണല്ലോ എല്ലാം. വാട്ടർ മിസിബിൾ ആണ്, പക്ഷേ റിയാക്ഷൻ ഇതിൽ ഡിഫറൻ്റ് ആണ്. ഇതൊരു ആസിഡാണ്, ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി അസറ്റിക് ആസിഡിനേക്കാൾ കൂടുതലുണ്ട്, സ്ലോ പെനട്രേഷൻ ആണ്. പിന്നെ ഒരു ചെറിയ കളറും ഉണ്ട് എന്നുള്ളത് ഓർക്കാം. ക്രോമിക് ആസിഡ് നിങ്ങൾക്ക് അറിയാം, ഒരു ചെറിയ മഞ്ഞ കളറുള്ള ഒരു കോമ്പൗണ്ടാണ്, മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോപ്പർട്ടി അതിനകത്ത് വരും ഫിക്സേറ്റീവ് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഫിക്സേറ്റീവ്സ് എല്ലാം തന്നെ. ഇനി നമ്മൾ പോകുന്നതിൻ്റെ പല കോമ്പിനേഷൻസ് ആണ്. ഇപ്പോൾ ഫിക്സേറ്റീവ്സിൻ്റെ പൊതുപ്രഭാവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിക്സേറ്റീവ്സ് എല്ലാം തന്നെ ഈ പറഞ്ഞ ഏജൻസിൻ്റെ പല കോമ്പിനേഷൻസ് ആണ്. നമ്മൾ ആ കോമ്പിനേഷൻസ് ഓരോന്നായിട്ട് കാണാൻ പോവുകയാണ്. ഇത് എന്തൊക്കെ പ്രോപ്പർട്ടിയാണ് നമ്മൾ മെറ്റീരിയൽ ആഗ്രഹിക്കുന്നത്, ഫിക്സ് ചെയ്ത ശേഷം അതിനുണ്ടാവേണ്ട പ്രോപ്പർട്ടി എന്തൊക്കെയാണെന്നനുസരിച്ച് അതിൻ്റെ കോമ്പിനേഷനും മാറും. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെയായിരിക്കും നമ്മൾ മിക്സ് ചെയ്യുന്നത്, പക്ഷെ അതിൻ്റെ റേഷ്യോ വ്യത്യാസം വരും. അപ്പോൾ ആ റേഷ്യോ വ്യത്യാസം വരുന്നതനുസരിച്ച് ഇതിൻ്റെ പ്രോപ്പർട്ടീസിലും വ്യത്യാസം വരും. സ്പെസിഫിക് റിക്വയർമെൻറ്റ് എന്തോ അതിനനുസരിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ചില ഫിക്സേറ്റീവ് സ്റ്റേബിൾ ആണ്, മറ്റു ചിലവ അൺസ്റ്റേബിൾ ആണ്. ഇത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടത്. ഫസ്റ്റ് നമ്മൾ പറയാറുള്ളത് ഫാർമേഴ്സ് ഫോർമുല എന്ന് പറയുന്നൊരു കോമ്പിനേഷനാണ്. അതായത് സാധാരണ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് അസറ്റിക് ആസിഡും ആൽക്കഹോളും കൂടെ മിക്സാണ്. ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് 5 ml, ആൽക്കഹോൾ അബ്സല്യൂട്ട് ആൽക്കഹോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് 15 ml, 20 ml കോമ്പിനേഷനാണ് നമ്മൾ എടുക്കുക. ഇത് ഏറ്റവും എന്താണ് പറയുക, ഏറ്റവും ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിലേത് ഒരെണ്ണം ഉപയോഗിക്കും. ആൽക്കഹോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കും, അസറ്റിക് ആസിഡും കോമൺ ആയിട്ട് ഉപയോഗിക്കും. എന്നാൽ ഇത് രണ്ടും കൂടെ ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ട്, അതായത് അസറ്റിക് ആസിഡിൻ്റെ സോഫ്റ്റനിങ് പ്രോപ്പർട്ടിയും ആൽക്കഹോളിൻ്റെ ഹാർഡനിങ് പ്രോപ്പർട്ടിയും കൂടെ സ്യൂട്ടബിൾ ആയിട്ട് കിട്ടത്തക്ക വിധത്തിൽ നമ്മളിതിനെ ഫിക്സ് ചെയ്യും. അപ്പോൾ ഹൈഡ്രോളജിക്കൽ പ്രിപ്പറേഷന് ബെസ്റ്റ് ആണ് എന്ന് പറയാറുണ്ട്. ബെസ്റ്റ് എന്നല്ല, തൊട്ട് താഴെയുള്ള കാർബണൈസ് ഫ്ലൂയിഡാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ റൂട്ട് ടിപ്പൊക്കെ വളരെ ഷോർട്ട് പീരീഡിലേക്ക് ഇന്നെടുത്ത് നാളെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മളെ പറഞ്ഞ ക്ലോറോഫോമിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഇതിൽ ഇട്ടിരുന്നാൽ മതി. ഫാർമേഴ്സ് ഫോം അസറ്റിക് ആസിഡ് ആൽക്കഹോൾ മിക്സറിനകത്ത് ഇട്ടിരുന്നാൽ മതി. ആന്തർ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ ഫിക്സേഷൻ ടൈമാണ്. നമ്മൾ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ കാണും
ചിലത് 18 മണിക്കൂർ 24 മണിക്കൂറൊക്കെ ഇതിൽ ഇട്ട് വെച്ചിരുന്നാൽ മാത്രമേ ഫിക്സേഷൻ കംപ്ലീറ്റ് ആവും. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. നമുക്കൊരു മാക്സിമം 1 അവർ റൂട്ട് ടിപ്പ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ 15 മിനിറ്റ്സ്, ആന്തറൊക്കെ ആണെങ്കിൽ അതിനകത്താണല്ലോ ആന്തറ വാളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 1 അവർ ഇതാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. കില്ലിങ് ഫിക്സിങ് കഴിഞ്ഞാൽ പിന്നെ ഒരു 70% ആൽക്കഹോളിൽ നമുക്കത് കൂടുതൽ സമയത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് എന്താണ് ഫോർമേഴ്സ് ഫോർമുല എന്ന് പറയുന്നത്. രണ്ടാമത് കാർനോയ്സ് ഫ്ലോയിഡ്. ഇതാണ് നമ്മൾ ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന സൈറ്റോളജിക്കൽ പ്രിപ്പറേഷന് വേണ്ടിയുള്ള ഫിക്സേറ്റീവ്. അതായത് നമ്മൾ റൂട്ട് ടിപ്പ്, മിയോസിസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആന്തർ, സൈറ്റോളജിക്കൽ ഒബ്സർവേഷന് വേണ്ടിയുള്ള ടിഷ്യൂസ്. ഇപ്പോൾ നിങ്ങൾ ക്യാൻസർ പേഷ്യൻസൊക്കെ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ബയോപ്സി ടെസ്റ്റിനൊക്കെ നിങ്ങൾ ടിഷ്യൂസ് പ്രിസർവ് ചെയ്യുന്ന കാണാം. ഇതൊക്കെ ചെയ്യുന്നത് കാർനോയ്സ് ഫ്ലൂയിഡാണ്. ലോകം വ്യാപകമായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഫിക്സേറ്റീവാണ് കാർനോയ്സ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നത് അബ്സല്യൂട്ട് ആൽക്കഹോൾ, ക്ലോറോഫോം, ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് എന്നിവയാണ്. ഇതിനകത്ത് അടിയാനുള്ളത് അബ്സല്യൂട്ട് ആൽക്കഹോൾ, അസറ്റിക് ആസിഡ്, ക്ലോറോഫോം ആണ് എന്നുള്ളത് ഓർക്കാം. ഇതിൻ്റെ റേഷ്യോ നിങ്ങൾ ഇങ്ങനെ ഓർത്തുണ്ടാവും, 10, 15 + 5 എന്ന് പറയുമ്പോൾ ഈ ഒരു റേഷ്യോ ആണ് വരുന്നത് കേട്ടോ. 1:2:3 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 1 ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ്, 2 അബ്സല്യൂട്ട് ആൽക്കഹോൾ, 3 ക്ലോറോഫോം. ഈ രീതിയിലാണ് 5, 10, 15. അതായത് ഒരു രീതിക്കുന്നുള്ളൂ. വാട്ടർ ഇല്ല, പെർസെൻറ്റേജ് അല്ല ഇതെന്ന് ഓർക്കുക. ഇത് ആക്ച്വൽ പ്രിപ്പറേഷനാണ് പറയുന്നത്. അപ്പോൾ ഇത് 100ൽ പറയാത്തത് ഇത് പറയാൻ ബുദ്ധിമുട്ടാണ് 100ൽ എന്നുള്ളതുകൊണ്ടാണ്. ഈ റേഷ്യോ പറയുന്ന സമയത്ത് നമുക്ക് 100ലേക്ക് മൾട്ടിപ്ലൈ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. 15ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വരിക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഏറ്റവും മിനിമം ആയിട്ടുള്ളത് പറഞ്ഞേക്കുന്നത്. 1:2:3 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം റേഷ്യോ. പക്ഷേ എക്സാമിന് എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതുക. കാര്യം പേപ്പർ നോക്കുന്നവർ അതിൻ്റെ റേഷ്യോ അങ്ങനെ റിലൈസ് ചെയ്യണമെന്നില്ല. എല്ലാ ടെക്സ്റ്റിലും ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഈ ടെക്സ്റ്റ് വാല്യൂസ് തന്നെ എഴുതുക. ഓർക്കാൻ വേണ്ടി വേണമെങ്കിൽ 1:2:3 ആണെന്ന് ഓർക്കാം. ഓക്കെ, ഇത് സൈറ്റോളജിക്കൽ പ്രിപ്പറേഷന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. സൈറ്റോളജിക്കൽ പ്രിപ്പറേഷന് സെൽ വാൾ ഹാർഡ് ആവാൻ പാടില്ല, സോഫ്റ്റ് ആയിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് നൈട്രിക് HCl ട്രീറ്റ് ചെയ്തതിന് ശേഷം സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ സോഫ്റ്റ് ആയിരിക്കണം ടിഷ്യൂ എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ആൽക്കഹോൾ, അസറ്റിക് ആസിഡും ക്ലോറോഫോമും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫിക്സേറ്റീവ് ഉണ്ടാക്കുന്നത്. ഫിക്സേഷൻ ടൈം 10 to 15 മിനിറ്റ്സേ ഉള്ളൂ. വാഷ് ചെയ്ത് സ്റ്റോറേജ് ചെയ്ത് നമുക്കൊരു ആൽക്കഹോൾ തന്നെ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം. അല്ല, കാർനോയ്സ് ഫ്ലൂയിഡ് തന്നെ നമുക്ക് കൂടുതൽ നാളെ സൂക്ഷിച്ച് വെക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാണോ ഉപയോഗിക്കേണ്ട അന്നെടുത്ത് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ നല്ലൊരു ഫിക്സേറ്റീവാണ് കാർനോയ്സ് ഫ്ലൂയിഡ്. ഇത് രണ്ടുമാണ് അസറ്റിക് ആസിഡിൻ്റെ ആൽക്കഹോളിൻ്റെ മിക്സ്ചറായിട്ട് വരുന്നത് പ്രധാനപ്പെട്ട 2 ഫിക്സേറ്റീവ്സ്. അടുത്ത് വരുന്നത് അസറ്റിക് ആസിഡ്, ആൽക്കഹോൾ, ഫോർമാലിൻ ഇത് ചേർന്ന് വരുന്ന മിക്സേഴ്സ് ആണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് റോളൻ ഫോർമുല എന്ന് പറയുന്നത് കുറച്ച് റിഫൈൻഡ് ആണ്, റേഷ്യോ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇതിനെല്ലാം കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് FAA എന്നാണ്. റൈറ്റ് സൈഡിൽ നോക്കുക, നിങ്ങൾക്ക് കാണാം FAA എന്നാണ്. FAA എന്ന് പറയുന്നത് അനാട്ടമിക്കൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് സൈറ്റോളജിയാണ്, ക്ലോറോഫോം, അസറ്റിക് ആസിഡ്, ആൽക്കഹോൾ വരുന്ന മിക്സേഴ്സ്. പക്ഷേ ഫോർമലിൻ, അസറ്റിക് ആസിഡ്, ആൽക്കഹോൾ വരുന്നത് എപ്പോഴും അനാട്ടമിക്കൽ സ്പെസിമെൻസ് ആയിരിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ മാറി വന്നത് ഫോർമലിനാണെന്ന് ഓർക്കുക. സൈറ്റോളജി പ്രിപ്പറേഷൻസിന് ടിഷ്യൂസ് ആണ് നമുക്ക് വേണ്ടത്, മെംബ്രെയിൻസ് നമുക്ക് ആവശ്യമുണ്ട്, ക്രോമസോംസ് ഒബ്സർവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അവിടെ ക്ലോറോഫോമാണ് ഉപയോഗിക്കുന്നത്, ഫോർമാലിൻ ഉപയോഗിക്കാറില്ല. അതേസമയത്ത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അനാട്ടമിക്കൽ സ്പെസിമെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൽ വാളാണ് ഒബ്സർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ക്ലോറോഫോമിനേക്കാൾ നല്ലത് ഫോർമാലിനാണ്. ഫോർമാലിൻ്റെ കോമ്പിനേഷൻസ് ആണ് ഇതെല്ലാം തന്നെ, ഫോർമാലിനുള്ള കോമ്പിനേഷൻസ് ആണ്. ഫോർമാലിൻ, അസറ്റിക് ആസിഡ്, ആൽക്കഹോൾ, ഇതാണ് FAA എന്ന് പറയുന്നത്. അപ്പോൾ FAAയുടെ പല കോമ്പിനേഷൻസിന് പല പേര് പറയുന്നുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് റോളൻസ് ഫോർമുല എന്ന് പറയുന്നത് ആൽക്കഹോൾ 95% ആൽക്കഹോൾ 50 ml, അസറ്റിക് ആസിഡ് 5 ml, ഫോർമലിൻ 10 ml, വാട്ടർ 35 ml എന്നുള്ളതാണ് ഇതിനകത്തുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ 100 എത്തിയിട്ടുണ്ട്, പെർസെൻറ്റേജ് തന്നെയാണ് പറയുന്നത്. ആൽക്കഹോൾ ഉപയോഗിക്കുന്ന അബ്സല്യൂട്ട് ആൽക്കഹോൾ 95% ആൽക്കഹോൾ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇത് സാധനം നമ്മൾ ഉപയോഗിക്കുന്നത് ഡെലിക്കേറ്റ്, അപ്പോൾ ആൽഗ, ബ്രയോഫൈറ്റ്സ് തുടങ്ങിയവയുടെയൊക്കെ ടിഷ്യൂസ് അനാട്ടമിക്കൽ പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതിൽ വരുന്നത് ഡെലിക്കേറ്റ് മെറ്റീരിയൽസിന് വേണ്ടിയിട്ടാണ്, അതായത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിന് വേണ്ടിയാണ്. ഹാർഡനിങ് നാളെ നന്നായിട്ട് നടക്കും. നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഈ FAയുടെ കോമ്പിനേഷൻസ് നമുക്ക് എത്ര വർഷങ്ങൾ വേണമെങ്കിലും സൂക്ഷിച്ച് വയ്ക്കുകയും പിന്നീട് അത് ഒത്തുകയും ചെയ്യാം. ഹാർഡ് വുഡി മെറ്റീരിയൽസ്, ഹാർഡ് ആയിട്ടുള്ള വുഡി മെറ്റീരിയൽസ്, സ്റ്റെം അതുള്ള മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ
ആസിഡ് കണ്ടന്റ് കുറയ്ക്കുകയും ഫോർമാലിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യും. അത് നമ്മൾ അടുത്ത് കാണാം. ഫിക്സേഷൻ ടൈം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, 18 മണിക്കൂറാണ്. മനസ്സിലായില്ലേ? അത് വുഡ് ബി മെറ്റീരിയൽസ് ആണ്, അതുകൊണ്ടാണ് സെൽ വാളിനാണ് പ്രധാനമായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതിനകത്തുള്ള സബ് കമ്പോണൻസ് ഒക്കെ പലപ്പോഴും നഷ്ടപ്പെട്ടു പോയിരിക്കാം. അതായത് പ്രോട്ടോപ്ലാസം, മെംബ്രെയിൻസ്, DNA അല്ലെങ്കിൽ ക്രോമസോംസ് തുടങ്ങിയൊക്കെ ഡിസ്റ്റർബ്ഡ് ആവും. പക്ഷേ സെൽ വാൾ നന്നായിട്ട് പ്രിസർവ് ചെയ്ത് കിട്ടും, നന്നായിട്ട് സ്റ്റെയിൻ ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് കഴിഞ്ഞ് ആൽക്കഹോൾ വാഷ് ചെയ്തിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. FAAയിൽ തന്നെ നമുക്ക് വർഷങ്ങളോളം വേണമെങ്കിൽ സൂക്ഷിച്ചു വയ്ക്കാം, ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതിയാവും. മറ്റു കോമ്പിനേഷൻസ് പറഞ്ഞാൽ ക്രോമോ അസറ്റിക് ആസിഡ് കോമ്പിനേഷൻസ് ആണ്. അതായത് ക്രോമിക് ആസിഡും അസറ്റിക് ആസിഡും കൂടെ വരുന്ന കോമ്പിനേഷൻസ് ആണ്. അതായത് ക്രോമോ അസറ്റിക് ആസിഡ് വീക്ക്, മീഡിയം, സ്ട്രോങ് എന്നിങ്ങനെ അസറ്റിക് ആസിഡിൻ്റെ ക്രോമിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് ക്രോമിക് ആസിഡ് 50%, 70%, 97% ഇങ്ങനെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഈ വീക്ക്, മീഡിയം, സ്ട്രോങ് എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിക്സിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഡെലിക്കേറ്റ് ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞതിനേക്കാൾ ഡെലിക്കേറ്റ് ആയിട്ടുള്ള, നമ്മൾ പറയും നമുക്ക് രണ്ട് തരത്തിൽ ഓർക്കാം. FAA എന്ന് പറയുന്നത് ഫോർമാലിൻ അസറ്റിക് ആസിഡ് ആൽക്കഹോൾ. അതിൽ ഫോർമാലിൻ്റെ അളവ് കൂട്ടുന്നത് കൂടുതൽ സ്ട്രോങ് ആയ മെറ്റീരിയൽസിന്, ഡെലിക്കേറ്റ് ആയിട്ടുള്ളതായിട്ട് ഫോർമാലിൻ്റെ അളവ് കുറയ്ക്കുക എന്ന് പറയും. കാർണോയിസ് ഫ്ലൂയിഡ് ഉപയോഗിക്കുന്നത് സെൽ ടിഷ്യൂസ്, അതിനകത്ത് സെല്ലാർ കമ്പോണൻസ്, ഇൻട്രാസെല്ലുലാർ കമ്പോണൻസ് പ്രിസർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാർണോയിസ് ഫ്ലൂയിഡ് ഉപയോഗിക്കും. ഇവിടെ എന്ന് പറയുന്നത് ക്രോമിക് ആസിഡ് കൂടുതലായിട്ടും വരുന്നത് നമ്മൾ നോക്കിയാൽ ആൽഗ് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള താലോയിഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിലാണ്. ഇവിടെയും നമ്മൾ താലോയിഡ് പ്ലാന്റ്സ്, റൂട്ട് ടിപ്പ്, ഫ്ലോറൽ ഓർഗൻസ് തുടങ്ങിയവ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ക്രോമിക് ആസിഡ് കൂടെ ചേർന്ന കോമ്പിനേഷൻസ് ഉപയോഗിക്കും. ഇത് 12 മണിക്കൂർ വരെ അതിൻ്റെ അതായത് പെനിട്രേഷൻ സമയമാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാമല്ലോ, പറഞ്ഞു ക്രോമിക് ആസിഡ് ഒക്കെ സ്ലോ പെനിട്രേറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ പെനിട്രേഷൻ ടൈം ആവശ്യത്തിന് കിട്ടണം എന്നുള്ളത് കൊണ്ട് ഒരു 12 hours വരെ മിനിമം നമുക്ക് അതിനകത്തിട്ട് വെച്ച് തന്നെ മാത്രമേ ഫിക്സേഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓർക്കാം, ആൽക്കഹോൾ അല്ല ഇതിനകത്തുള്ള ബേസിക് കമ്പോണന്റ്. ഇത് അസറ്റിക് ആൽക്കഹോൾ ഇല്ല. അപ്പോൾ ബ്രിട്ടിൽ ആവില്ല, ഹാർഡനിങ് നടക്കില്ല, പക്ഷെ ഫിക്സേഷൻ നടക്കും എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വാഷിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വാട്ടറിലാണ്. ആൽക്കഹോളിനകത്ത് വരുന്നേ ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത് നവാഷിൻ ഫോർമുല എന്ന് പറയുന്നത്, നവാഷിൻ സൊല്യൂഷൻ എന്ന് പറയുന്നതൊക്കെ ഇതിൻ്റെ തന്നെ കോമ്പിനേഷൻസ് ആണ്. അതിൽ സൊല്യൂഷൻ എയും സൊല്യൂഷൻ ബിയും പ്രത്യേകം തയ്യാറാക്കുക. അതായത് ഫോർമാലിൻ പ്രത്യേകം തയ്യാറാക്കുക, അസറ്റിക് ആസിഡും ക്രോമിക് ആസിഡും പ്രത്യേകം തയ്യാറാക്കുക. എന്നിട്ട് ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇത് രണ്ടായിട്ട് വെപ്പർ ചെയ്ത് വെച്ചതിന് ശേഷം കോമ്പിനേഷൻ വേണം നോക്കില്ല. ക്രോമിക് ആസിഡ് 1% 15 ml, ലേഷൻ അസറ്റിക് ആസിഡ് 15 ml, വാട്ടർ. സൊല്യൂഷൻ ബി എന്ന് പറയുന്നത് ഫോർമാലിനും വാട്ടറുമാണ്. അതായത് ഫോർമാലിൻ എന്ന് പറയുമ്പോൾ ഓർക്കണം, ഫോർമാൽഡിഹൈഡ് സൊല്യൂഷനാണ്. അത് ഫോർമാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ 65% സൊല്യൂഷൻ ഓഫ് ഫോർമാൽഡിഹൈഡാണ് ഫോർമാലിൻ എന്ന് പറയുന്നത്. അപ്പം കൊമേഴ്ഷ്യലി കിട്ടുന്ന ഫോർമാലിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഫോർമാലിൻ 40 ml എടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പെർസെൻറ്റേജ് അന്വേഷിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു 65% ഫോർമാൽഡിഹൈഡാണ് ഫോർമാലിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ എടുക്കുന്നത്. അത് 40 ml എടുക്കുക, ഡിസ്റ്റിൽ വാട്ടർ ആഡ് ചെയ്യുക. ഇത് രണ്ട് സൊല്യൂഷനായിട്ട് വെച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് നമ്മൾ ഇത് രണ്ടും മിക്സ് ചെയ്യുന്നത്. അത് നമുക്ക് മനസ്സിലാവും. കാര്യം ഒന്ന് ഓക്സിഡൈസിങ് പ്രോപ്പർട്ടികളാണ് ക്രോമിക് ആസിഡ് എന്ന് പറയുന്നത്, ഫോർമാലിൻ എന്ന് പറയുമ്പോൾ നേരെ വിപരീതമാണ് എന്നുള്ളതുകൊണ്ട് ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇത് മിക്സ് ചെയ്താൽ ഉടനെ ഇതിനകത്ത് മെറ്റീരിയൽ ഇടുക. 12 hours കൊണ്ട് ഫിക്സിങ് കംപ്ലീറ്റ് ആവും. വാഷിംഗ് വേണ്ട. ഇത് പലതരത്തിലുള്ള മോഡിഫിക്കേഷൻസും പല പർപ്പസിനനുസരിച്ച് നമ്മൾ മാറ്റി ഉപയോഗിക്കാറുണ്ട്. ഇതൊന്നും തന്നെ ബേസിക് ഐഡിയാസ് ആണ് ഈ പറയുന്നത്. ഇതെല്ലാം തന്നെ ഇതിൻ്റെയൊക്കെ കോമ്പിനേഷനൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, റിസർച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാം കോമ്പിനേഷനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. ഏറ്റവും നല്ലത് ഏത് എന്നുള്ളതിന് ഉദാഹരണത്തിന് ലീഫാണ്. ലീഫിൻ്റെ അനാട്ടമി നോക്കാനാണെങ്കിൽ ഒരു കോമ്പിനേഷൻ, അതിൻ്റെ സർഫസിലുള്ള ഹെയർസ് നോക്കാനാണെങ്കിൽ മറ്റൊരു കോമ്പിനേഷൻ, ഗാർഡ് സെൽസ് ഒബ്സർവ് ചെയ്യണമെങ്കിൽ വേറൊരു കോമ്പിനേഷൻ. കാര്യം നമ്മുടെ പർപ്പസ് അനുസരിച്ച് നമ്മൾ എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നതനുസരിച്ച് ഇതിൻ്റെ കോമ്പിനേഷൻസ്, ചെറിയ റേഷ്യോസ് ഒക്കെ മാറി വരും. ഒരുപക്ഷെ റിസർച്ചിൻ്റെ ആദ്യ ഘട്ടത്തിലെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഇത്തരം കെമിക്കൽസിൻ്റെ അല്ലെങ്കിൽ ഇത്തരം മെറ്റീരിയൽ, ഇത്തരം ഫിക്സറ്റീവ്സിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡൈസേഷനാണ്. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതായിരിക്കില്ല ഒരു പർട്ടിക്കുലർ പ്ലാനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആപ്ലിക്കബിളായി വരുന്നത്, ഏറ്റവും അനുയോജ്യമായി വരുന്നത്. നമ്മുടെ പർപ്പസിനനുസരിച്ചും വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളതിനകത്ത് മാറ്റം വരുത്തി ഉപയോഗിക്കും. പക്ഷേ ബേസിക് ഐഡിയ ഇതൊക്കെ തന്നെയാണ്. കാരണം
ഡീഹൈഡ്രേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. മറ്റൊന്ന് അതിനകത്തുള്ള മെറ്റീരിയൽസിൻ്റെ ഹാർഡനിങ് ആണ്. മറ്റൊന്ന് അതിൻ്റെ സെൽ വാളിൻ്റെ പ്രിസർവേഷനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ബേസിക് ഐഡിയ, ബേസിക് പർപ്പസ് ഇത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കോമ്പിനേഷൻസ് മാറി മാറി ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. ക്രാഫ് എന്ന് പറഞ്ഞാൽ വേറെ ഉദ്ദേശിക്കുന്നത് വേറെ നോക്കണ്ട, ഇതിൻ്റെ കോമ്പിനേഷൻ തന്നെയാണ് ക്രോമോ അസെറ്റിക് ആസിഡ്. ക്രോമിക് ആസിഡ്, അസെറ്റിക് ആസിഡ്, ഫോർമാലിൻ. അതാണ് നമ്മൾ CR എന്ന് പറഞ്ഞാൽ ക്രോമിക് ആസിഡ്, A എന്ന് പറഞ്ഞാൽ അസെറ്റിക് ആസിഡ്, F എന്ന് പറഞ്ഞാൽ ഫോർമാലിൻ. ഇതിൻ്റെ 3 കോമ്പിനേഷൻ, ക്രോമിക് ആസിഡ്, അസെറ്റിക് ആസിഡ് നമ്മൾ പറഞ്ഞെങ്കിൽ ഫോർമാലിനും കൂടെ ചേർന്നുള്ള കോമ്പിനേഷനെയാണ് നമ്മൾ ക്രാഫ് എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് അത്രയേ ഉള്ളൂ. ഫോർമലിൻ ഉള്ളത് കൊണ്ട് ഫോർമലിൻ കോമ്പിനേഷൻ, അതായത് നമ്മൾ സൊല്യൂഷൻ B എന്ന് പറയുന്ന സാധനം എപ്പോഴും ക്രോമിക് ആസിഡ് അസെറ്റിക് ആസിഡ് കോമ്പിനേഷനോട് മിക്സ് ചെയ്യുന്നത് ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പായിരിക്കും. റിയാക്ഷൻ നടക്കുകയും ചേഞ്ച് നടക്കുകയും ചെയ്യും. കാര്യം ഒന്ന് ഓക്സിഡൈസിങ് ചെയ്തിട്ട് മറ്റൊന്ന് റെഡ്യൂസിങ് ചെയ്തിട്ടുമാണ്. ഇതൊരു നല്ല പ്രിസർവേറ്റീവ് ആണ്. റിയാക്ഷന് ശേഷം ഉണ്ടാകുന്ന നല്ല പ്രിസർവേറ്റീവ് ആണ്. ഫിക്സേഷൻ മിനിമം ടൈം 12 hours ആണ്. ഈ ടൈം പറയുന്നതെല്ലാം മിനിമം ടൈമാണ്. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് അതിനകത്ത് സൂക്ഷിച്ച് വയ്ക്കാം. പക്ഷേ ആൽക്കഹോളൊക്കെ ഉള്ളതാണെങ്കിൽ അതിനകത്ത്, അതുപോലെ ഫോർമലിനുള്ളതാണെങ്കിൽ അതിനകത്ത് ഇത് കൂടുതൽ ഹാർഡാകും എന്ന് പറഞ്ഞിരിക്കുക. ഫോർമലിനാണ് കൂടുതൽ ഹാർഡനിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂടുതൽ നാൾ സൂക്ഷിക്കും തോറും കൂടുതൽ ഹാർഡാവും. അതാണ് എൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത്. അതേസമയത്ത് ഫോർമലിൻ്റെ അളവ് കുറവുള്ള FALൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് ഫിക്സ് ചെയ്യുക, എന്നിട്ട് ഫോർമലിൻ്റെ അളവ് കുറച്ച് അതിനകത്ത് പ്രിസർവ് ചെയ്യുക, അല്ലെങ്കിൽ ക്രോമിക് ആസിഡ് ഒഴിവാക്കിയിട്ട് FAലേക്ക് മാറ്റി പ്രിസർവ് ചെയ്യുക എന്നുള്ളതും സ്വീകരിക്കാവുന്ന ഒരു രീതിയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ ഡീഹൈഡ്രേറ്റ് ചെയ്യും എന്നുള്ള ഒരു വലിയ ചോദ്യമാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാമല്ലോ? എല്ലാവർക്കും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? ഓക്കെ, ഒരു ചോദ്യം ചോദിക്കട്ടെ. ആരെങ്കിലും ആലോചിച്ചൊരു മറുപടി പറയുക. നിങ്ങൾക്ക് ഓസ്മോസ് എന്താണെന്ന് അറിയാം അല്ലേ? കൃത്യമായിട്ട് വിശദമായിട്ട് നമുക്ക് 5th സെമസ്റ്റർ പഠിക്കാം ഫിസിയോളജിയിൽ. എങ്കിലും നമ്മൾ +2 പഠിച്ചിട്ടുണ്ട് എന്താണ് ഓസ്മോസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓസ്മോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡിഫറെൻറ്റ് കോൺസെൻട്രേഷനുള്ള സൊല്യൂഷൻ ഒരു മെംബ്രെയിൻ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോൾവെന്റ് കോൺസെൻട്രേഷൻ കൂടിയിടത്തേക്ക്, അതായത് സോൾവെന്റിന്റെ അളവ് കുറവുള്ളിടത്തേക്ക് മൂവ് ചെയ്യുന്നു. സോൾവെന്റിന്റെ മൂവ്മെന്റ് ത്രൂ മെംബ്രെയിൻ ആണ് ഓസ്മോസ് എന്ന് പറയുന്നത്. എക്സോസ്മോസും എൻഡോസ്മോസും ഒക്കെ നമുക്കറിയാം. ഒരു സെല്ലെടുത്ത് പ്യുവർ വാട്ടറിലിട്ടാൽ ആ സെല്ലിലേക്ക് വെള്ളം കയറും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിനകത്ത് കോൺസെൻട്രേഷൻ കൂടുതലാണ് അല്ലേ? അതാണ് എൻഡോസ്മോസ് എന്ന് പറയുന്നത്. അതേസമയത്ത് ഹൈ മൊളാരിറ്റി ഉള്ള അല്ലെങ്കിൽ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സുക്രോ സൊല്യൂഷനിലേക്കോ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലേക്കോ സെല്ല് എടുത്തിട്ട് കഴിഞ്ഞാൽ സെല്ലിനകത്ത് കോൺസെൻട്രേഷൻ കൂടുതലാണ്, അഥവാ വെള്ളത്തിൻ്റെ അളവ് കുറവാണ് അല്ലേ? കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ് തൊട്ട് പുറമെയുള്ള ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നോക്കുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സുക്രോ സൊല്യൂഷനിലേക്ക് സെല്ലിനകത്തു നിന്ന് വെള്ളം പുറത്തേക്ക് വീഴും. എക്സോസ്മോസ് എന്ന് പറയും. ശരിയല്ലേ? ആരും മിണ്ടുന്നില്ലേ? യെസ്. ഞാൻ എൻ്റെ ചോദ്യം ഇതാണ്. വാട്ടറും ആൽക്കഹോളും ഒരുപോലെയാണെന്ന് നമ്മൾ പറഞ്ഞു. പൊളാരിറ്റി വാട്ടറിന് തൊട്ടടുത്ത് വരുന്നതാണ് ആൽക്കഹോൾ. പൊളാരിറ്റി രണ്ടും പെർമിയബിൾ ആണ്. സെൽ മെംബ്രെയിൻ ഈസ് പെർമിയബിൾ ടു ബോത്ത് ദീസ് സൊല്യൂഷൻസ്, ബോത്ത് ദീസ് ലിക്വിഡ്സ്. അതായത് ആൽക്കഹോളിനും സെൽ വാളിലൂടെ അകത്ത് കിടക്കാൻ പറ്റും, പുറത്തു വരാനും പറ്റും. വാട്ടറിനും അകത്ത് കിടക്കാൻ പറ്റും, പുറത്തു വരാനും പറ്റും. എൻ്റെ ചോദ്യം ഇതാണ്. നമ്മളൊരു സെല്ല് എടുത്ത് ആൽക്കഹോളിലേക്ക് ഇടുന്നു, എന്ത് സംഭവിക്കും? പറയൂ കാവ്യ. നമ്മളൊരു സെല്ലെടുത്ത് ആൽക്കഹോളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സെല്ലിനകത്ത് വെള്ളമുണ്ട്, പുറത്ത് ആൽക്കഹോളുണ്ട്. വെള്ളം പുറത്തു പോകും, ആൽക്കഹോൾ അകത്ത് കയറും, എന്താ സംഭവിക്കുക? രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാനുള്ള കഴിവുണ്ട്. ഇത് എൻട്രൻസിനൊക്കെ ചോദിക്കാറുള്ളതാണ്. പലപ്പോഴും കുറച്ചുകൂടെ കണക്കൊക്കെ ചേർത്തിട്ട് ഇത്ര കോൺസെൻട്രേഷൻ മൊളാരിറ്റി ഒക്കെ പറഞ്ഞിട്ട് മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. എന്ത് സംഭവിക്കുമെന്ന് പറയും?
ആരെങ്കിലും ചുമ്മാ ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി. അതെന്താ? അതെന്താ അങ്ങനെ പറയുന്നത്? എന്താ അങ്ങനെ സംഭവിക്കുന്നത്? രണ്ടും പെർമിയബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. ആൽക്കഹോൾ കയറും, അകത്ത് കയറും കേട്ടോ. മെമ്പറൈനിലൂടെ ലിപ്പിഡ് മെമ്പറൈനിലൂടെ ആൽക്കഹോൾ അകത്തേക്ക് കയറും. പുറത്തേക്ക് വരും. അതെ. അപ്പോഴ് പറയൂ, ആരാ പറഞ്ഞു തുടങ്ങി? ആശിഷാണോ? അല്ല, രണ്ട് സോൾവെന്റിന് പുറത്തേക്ക് കിടക്കാമല്ലോ. ശരി, നമുക്ക് ഓരോന്നായിട്ട് പരിഗണിക്കാം. വാട്ടറിന്റെ കാര്യം എടുക്കുക. ഓക്കെ, വാട്ടർ എവിടെ കൂടുതലുള്ളത്? പറയൂ. സെല്ലിനകത്ത്. പുറത്ത് വാട്ടർ ഒട്ടുമില്ല. അബ്സല്യൂട്ട് ആൽക്കഹോൾ ആണെങ്കിൽ പുറത്ത് വാട്ടർ കുറവാണ്, അല്ലെങ്കിൽ വാട്ടർ ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ പറ്റുക? വെള്ളം കൂടുതലുള്ളടത്ത് കുറവുള്ളതേക്ക് പോകില്ലേ? ഇല്ലേ? വാട്ടർ സെല്ലിനകത്ത് പുറത്തേക്ക് ഇറങ്ങും അല്ലേ? അങ്ങനെയല്ല സംഭവിക്കുക. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ, സുക്രോസ് ഉള്ള സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതല്ലേ ഉദ്ദേശിക്കുന്നത്. ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ഔട്ട് ഉണ്ടെങ്കിൽ അകത്ത് വെള്ളം കൂടുതലാണ്, അപ്പോൾ വെള്ളം പുറത്തേക്ക് വരും. അതല്ലേ സംഭവിക്കുക? ഇവിടെ അതന്നെ സംഭവിക്കും. അകത്തുള്ള വെള്ളം മെമ്പറൈനിലൂടെ പുറത്തേക്ക് ഇറങ്ങും. അല്ലേ? ആൽക്കഹോളുമായിട്ട് വാട്ടർ മിസിബിൾ ആണെന്നുള്ളത് കൊണ്ട് പുറത്ത് വരുന്ന വെള്ളം ആൽക്കഹോളിന്റെ കോൺസെൻട്രേഷൻ കുറച്ച് കുറയ്ക്കും. അല്ലേ? ഡൈലൂട്ട് ആൽക്കഹോളാണ്. തിരിച്ച് ആൽക്കഹോളിന്റെ കാര്യം ചിന്തിച്ച് നോക്കി. സെല്ലിനകത്ത് ആൽക്കഹോൾ ഉണ്ടോ തുടക്കത്തിൽ? ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ആൽക്കഹോൾ അകത്തേക്ക് കയറും. അല്ലേ? ഇത് തന്നെയാണ് സംഭവിക്കുക. നമ്മൾ ആൽക്കഹോളിലേക്ക് സൊല്യൂഷൻ ഇട്ട് കഴിഞ്ഞാൽ, പെട്ടെന്ന് സഡൻ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ മറ്റ് സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ സ്ലോ ആയിട്ട് ആൽക്കഹോൾ സൊല്യൂഷനിലേക്ക്, പല കോൺസെൻട്രേഷനുള്ള ആൽക്കഹോളിലേക്ക് ഇങ്ങനെ സെല്ല് മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് ഇറങ്ങുകയും ആൽക്കഹോൾ അകത്തോട്ട് കയറുകയും ചെയ്യും. പെട്ടെന്ന് എടുത്ത് 100% ആൽക്കഹോൾ ഇട്ട് കഴിഞ്ഞാൽ സെല്ല് ഷ്രിങ്ക് ആയി പോവും, നശിച്ചു പോവും. പക്ഷേ സ്ലോ ആയിട്ട് ഒരു 5% ആൽക്കഹോൾ, 10% ആൽക്കഹോൾ, 20% ആൽക്കഹോൾ, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 100% ആൽക്കഹോളിലേക്ക് വളരെ സ്ലോ ആയിട്ട് ഇതിനെ എത്തിച്ചു കഴിഞ്ഞാൽ കുറേശ്ശെ ആൽക്കഹോൾ സെല്ലിനകത്തേക്ക് കയറും, കുറേശ്ശെ വെള്ളം പുറത്തേക്ക് ഇറങ്ങും. കോൺസെൻട്രേഷൻ കൂടുന്നു, ആൽക്കഹോളിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് കൂടുതൽ വെള്ളം പുറത്തു വരികയും കൂടുതൽ ആൽക്കഹോളും അകത്തെത്തുകയും ചെയ്യും. അങ്ങനെ ഒരു 95% അല്ലെങ്കിൽ 100% ആൽക്കഹോളിലേക്ക് ഈ സെല്ല് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അകത്ത് വെള്ളം വളരെ കുറവായി തീരുകയും ഒട്ടും ഇല്ലാതായി തീരുകയും അതിനകത്തുള്ള വെള്ളം മുഴുവൻ പുറത്തേക്ക് പോവുകയും ചെയ്യും. അകത്ത് നിറഞ്ഞിരിക്കുന്നത് ആൽക്കഹോൾ ആയിരിക്കും, വെള്ളം മുഴുവൻ പുറത്തെത്തുകയും ചെയ്യും. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഒറ്റ വാക്കിൽ നമ്മൾ ചോദിക്കുകയാണ്, ആൽക്കഹോളിലേക്ക് സെല്ലെടുത്തിട്ട് എന്ത് സംഭവിക്കുക വെച്ചാൽ അകത്തേക്ക് വെള്ളം കയറും, ആൽക്കഹോൾ പുറത്തേക്ക് വരും. എൻഡോസ്മോസിസ് ഓഫ് ആൽക്കഹോൾ ടേക്സ് പ്ലേസ് ആൻഡ് എക്സോസ്മോസിസ് ഓഫ് വാട്ടർ ടേക്സ് പ്ലേസ്. ക്ലിയർ അല്ലേ? നമ്മൾ പഠിച്ചതൊന്നും വരുന്നല്ലോ പറയാൻ കാര്യം അല്ലേ? ഫ്രം ഇറ്റ്സ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ആൽക്കഹോൾ അതിന്റെ ഹയർ കോൺസെൻട്രേഷനിലും അതിന്റെ കുറഞ്ഞ കോൺസെൻട്രേഷനിലേക്ക്, അതായത് അകത്തേക്ക് കയറും. വാട്ടർ അതിന്റെ ഹയർ കോൺസെൻട്രേഷനിൽ സെല്ലിനകത്തുനിന്ന് അതിന്റെ കുറഞ്ഞ കോൺസെൻട്രേഷനിലേക്ക് പുറത്തേക്ക് മൂവ് ചെയ്യും. രണ്ടും സംഭവിക്കും. അപ്പോൾ ഈ പ്രിൻസിപ്പിളാണ് നമ്മൾ ഈ സ്പെസിമെന്റെ ഡീഹൈഡ്രേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ഫിക്സ് ചെയ്ത സാധനം എങ്ങനെയാണ്, അതിനകത്ത് വാട്ടർ കുറച്ചുണ്ട്, നമ്മൾ ചെടിയിൽ തണ്ട് വെട്ടി അപ്പോഴേ ഈ ഫിക്സേറ്റിനകത്ത് ഇട്ടതാണ്, ഇതെങ്ങനെ ഡീഹൈഡ്രേറ്റ് ചെയ്യാം, ഇതിനകത്തുള്ള വെള്ളം എങ്ങനെ കളയാം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാം, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഡീഹൈഡ്രേഷൻ, കെമിക്കൽ റിമൂവൽ ഓഫ് വാട്ടർ ആൻഡ് ഫിക്സേറ്റീവ് ഫ്രം ദ സ്പെസിമെൻ. സ്പെസിമെൻ അകത്തുള്ള
ഫിക്സേറ്റീവോ വാട്ടറോ എന്തോ ആയിക്കോട്ടെ അത് പുറത്ത് കളയുക. ഡീഹൈഡ്രൻ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ് എന്താണോ അത് അകത്ത് കയറ്റുക. ഇതാണ് ഡീഹൈഡ്രേഷൻ. ആ ഡീഹൈഡ്രൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ ആൽക്കഹോളാണ്, അല്ലേ? അതുകൊണ്ട് ഈ ആൽക്കഹോളും എല്ലാം തന്നെ വാട്ടർ മിസിബിൾ ആണ്, വാട്ടറിനെ റിമൂവ് ചെയ്യാൻ കഴിവുള്ളതാണ്. ഇത് പക്ഷേ പെട്ടെന്ന് നമ്മൾ പറഞ്ഞ പോലെ എടുത്ത് 100% ഇടുകയല്ലേ ചെയ്യുന്നത്. അപ്പം സെൽ മൊത്തം ചുരുണ്ട് ഉണങ്ങിപ്പോവും, ഡ്രൈ ആയി പോവും, ബ്രിട്ടിലായി പോവും, ഡീഫോർമാലിറ്റി സംഭവിക്കും. പക്ഷേ പ്രാക്ടീസ്ഡ് ഇൻ ഗ്രേഡഡ് സീരീസ്, അതായത് 5% ആൽക്കഹോൾ ആദ്യം ഇടുക, ഒരു അര മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഇട്ടേക്കുക, പിന്നെ അടുത്തതിലേക്ക് കടത്തുക, 10%, 20%, 30%, 40%, ഇങ്ങനെ മാറ്റി ഈ ഗ്രേഡഡ് സീരീസിൽ അവസാനം 100% കൊണ്ടുവരിക. പൂർണ്ണമായിട്ടും ഡീഹൈഡ്രേഷൻ സംഭവിച്ചിരിക്കും. പ്രോഗ്രസീവ്ലി ഇൻക്രീസിങ് കോൺസെൻട്രേഷൻ ഓഫ് ഡീഹൈഡ്രൻസ്, അതാണ് നമ്മുടെ ഡീഹൈഡ്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിക്കവാറും എല്ലാം തന്നെ മിയർലി റിമൂവ്സ് വാട്ടർ, അതിനകത്തുള്ള വാട്ടർ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ സ്ഥാനം ഒക്യുപ്പൈ ചെയ്യുന്നത്. അല്ലാതെ ഡ്രൈ ആക്കി ഉണക്കിയുള്ള കുഴപ്പം എന്താ? വെള്ളം മുഴുവൻ നഷ്ടപ്പെടുകയും, അല്ലാതെ ഓപ്പൺ എയറിൽ ഉണക്കി കഴിഞ്ഞാൽ അകത്തുള്ള വെള്ളം മുഴുവൻ നഷ്ടപ്പെടുകയും അകത്ത് വിസ്കോസിറ്റി ഒട്ടും ഇല്ലാതെ എയർ നിറയുകയും സെൽ ഓർഗനൈസ് മുഴുവൻ ഡീഫോം ആവുകയും ചെയ്യും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ലിക്വിഡ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ഉപയോഗിച്ച് ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നത്. മറ്റൊന്നുള്ളത് മൗണ്ടിങ് മീഡിയ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡീഹൈഡ്രേറ്റിംഗ് ഏജൻസും ഉണ്ട്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് എഥനോൾ, അസറ്റോൺ, ബ്യൂട്ടൈൽ ആൽക്കഹോൾ, TBA അല്ലെങ്കിൽ ടെർഷറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്, ഗ്ലിസറിൻ, ഡയോക്സാൻ. ഗ്ലിസറിൻ എന്ന് പറയുന്നത് മൗണ്ടിങ് മീഡിയം കൂടെയാണ്. ഡയോക്സാൻ എന്ന് പറയുന്നത് ഒരു മൗണ്ടിങ് മീഡിയം കൂടെയാണ്. മൗണ്ടിങ് എന്ന് വെച്ചാൽ നമ്മൾ സ്ലൈഡിൽ വെച്ച് കാണാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ ഗ്ലാസിനോട് ഏറ്റവും അടുത്ത റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മെറ്റീരിയലാണ് ഗ്ലിസറിൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ പലപ്പോഴും മൈക്രോസ്കോപ്പിൽ വെക്കുന്ന സ്ലൈഡിൽ ഈ സ്പെസിമെൻ വെക്കാൻ ഉപയോഗിക്കുന്നത് ഗ്ലിസറിനാണ്. അതാണ് മൗണ്ടിങ് ഏജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഗ്ലിസറാൾഡിഹൈഡ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ആൽക്കഹോളാണ്, ട്രയോട്ടിക് ആൽക്കഹോളാണ് ഗ്ലിസറിൻ. അപ്പോൾ ഇതെല്ലാം തന്നെ ഡീഹൈഡ്രേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് എഥനോളോ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളോ ആണ്. ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളും എഥനോളും ഏകദേശം തുല്യമായ പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ തമ്മിൽ പ്രോപ്പർട്ടീസ് വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് തന്നെ ആൽക്കഹോളിന് പകരമായിട്ട് നമ്മൾ എല്ലായിടത്തും ഇപ്പോൾ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ സാനിറ്റൈസർ വാങ്ങിക്കുമ്പോൾ സാനിറ്റൈസറിനകത്ത് ഏറ്റവും കൂടുതലുള്ളതും ഐസോപ്രോപ്പനോളാണ്. എഥനോൾ, പ്യുവർ എഥനോളിനേക്കാൾ ഇന്ന് കൂടുതൽ ഉപയോഗിക്കുന്ന ഐസോപ്രോപ്പനോളാണ്. ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ആൽക്കഹോൾ അല്ലെങ്കിൽ ഐസോപ്രോപ്പനോളാണ്. പ്രോഗ്രസീവ് കുഴപ്പമില്ല, ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, അപ്പോൾ കാണാം കേട്ടോ, ശ്രദ്ധിച്ചോളൂ, പറ്റുന്നിടത്തോളം കേൾക്കാം. പ്രോഗ്രസീവ്ലി ഇൻക്രീസിങ് കോൺസെൻട്രേഷൻ 10%, 20%, 30%, 40%, ഇങ്ങനെ 100% വരെ കൂട്ടുന്നു. പിന്നെ ബിഗിൻ വിത്ത് എ ഗ്രേഡ് ആസ് സെയിം ആസ് ദ വാട്ടർ ഇൻസൈഡ് ദ കണ്ടന്റ്. അതായത് വാട്ടർ ഈ വളരെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ പ്യുവർ വാട്ടർ തുടങ്ങി 1%, 2% പോവുക. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്റ്റെം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് 10% ഇട്ടാലും പ്രശ്നമില്ല. അങ്ങനെ മെറ്റീരിയലിന്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ അതിന്റെ കോൺസെൻട്രേഷൻ തീരുമാനിക്കും. പിന്നെ ടൈം, എത്രത്തോളം ടൈം വേണം എന്നുള്ളതാണ്. സോഫ്റ്റ് ടിഷ്യൂസ് ആണെങ്കിൽ 30 minutes, ഹാർഡ് ടിഷ്യൂസ് ആണെങ്കിൽ 6 to 12 hours. കാര്യം ഓരോന്നിലും പെനട്രേഷൻ ടൈം കൂടുതലാണെന്നുള്ളതുകൊണ്ട് ഓരോ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഓരോ ഗ്രേഡിലും നമ്മൾ കൂടുതൽ സമയം കൊടുക്കുക. അങ്ങനെ സീരീസിൽ ട്രാൻസ്ഫർ ചെയ്ത് 100% എത്തിച്ച് കഴിയുമ്പോൾ ഡീഹൈഡ്രേഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഓരോന്നിൻ്റെ പ്രോപ്പർട്ടിയാണ് പറയുന്നത്. ബ്യൂട്ടൈൽ ആൽക്കഹോൾ ആണെങ്കിൽ, നോർമൽ ബ്യൂട്ടൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ ബ്യൂട്ടനോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണെങ്കിൽ അഡ്വാൻറ്റേജ് പാരഫിൻ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പാരഫിനിലേക്കാണ് പോകുന്നത്. അപ്പോൾ പാരഫിൻ ഡിസോൾവ് ചെയ്യും ബ്യൂട്ടൈൽ. അതുകൊണ്ട് ബ്യൂട്ടനോളിന് അങ്ങനെ ഗുണമുണ്ട്. പിന്നെ കോമ്പിനേഷൻസ് ആണ് നമ്മൾ പറഞ്ഞേക്കുന്നത്, ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്. 90% ആൽക്കഹോൾ ഇവിടെ ആണെങ്കിൽ നോർമൽ ബ്യൂട്ടൈൽ ആൽക്കഹോളിന് തുല്യമായിട്ടുള്ള 90% ആൽക്കഹോളിൻ്റെ കോൺസെൻട്രേഷനാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇത് പല ഗ്രേഡുകൾ നമ്മൾ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യും. നോക്കുക, താഴേക്ക് വരുന്തോറും ബ്യൂട്ടൈൽ ആൽക്കഹോളിൻ്റെ അളവ് കൂടി വരികയും വാട്ടറിൻ്റെ അളവ് കുറഞ്ഞു വരികയും ചെയ്യും. അങ്ങനെ 100% എത്തിച്ചിട്ട് നമ്മൾ ഇത് ഫിക്സ് ചെയ്യും. TBA അതുപോലെ തന്നെയാണ്. TBA ഏറ്റവും കൂടുതലായിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫിക്സേറ്റീവ് ആണെന്ന് നമുക്ക് ഇവിടെ പറയാം, ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റാണെന്ന് നമുക്ക് പറയാം. അപ് ടു 50% വരെ ആൽക്കഹോളിൽ ചെയ്യുക, 50% മുകളിലേക്ക് TBAയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യാറുള്ളത്. അടുത്ത സ്റ്റെപ്പ് ക്ലിയറിംഗ് ആണ്. ഇത് പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മെറ്റീരിയലിനെ സങ്കല്പിച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റെമ്മിൻ്റെ കഷ്ണമാണെന്നുണ്ടെങ്കിൽ
നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഡീഹൈഡ്രേറ്റ് ചെയ്തപ്പോൾ അതിനകത്തുള്ള വെള്ളം പൂർണ്ണമായും പോവുകയും അതിനകത്തുള്ള സെല്ല് നിറയെ ആൽക്കഹോൾ നിറഞ്ഞിരിക്കുകയും ചെയ്യുകയാണ്. അടുത്ത സ്റ്റെപ്പാണ് ക്ലിയറിംഗ് എന്ന് പറയുന്നത്. ക്ലിയറിംഗ് എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതായത് ഇതിനകത്തുള്ള ആൽക്കഹോളിനെ മുഴുവൻ മാറ്റിയിട്ട് നമ്മൾ വേറൊരു മെറ്റീരിയൽ ഫില്ല് ചെയ്യുകയും ചെയ്യും. ആൽക്കഹോളിന് പകരം മറ്റൊരു മെറ്റീരിയൽ ഫില്ല് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ക്ലിയറിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. മിക്കവാറും അത് മറ്റന്നാൾ നിങ്ങൾ വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓർഡർ അനുസരിച്ച് 3-ാം തീയതി നിങ്ങൾ എത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഈ എക്സ്പെരിമെൻ്റ് നമുക്ക് ലാബിൽ ചെയ്തുകൊണ്ട് തന്നെ ബാക്കി കാണാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ചോദിക്കും.